all your humiliation and harassment is something that will fade away. നിങ്ങൾ നേരിടുന്ന സകല അപമാനങ്ങളും സകല ഉപദ്രവങ്ങളും മാഞ്ഞു പോകുന്നവയാണ്. It is temporary. അതെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. But instead we think this is what is real. എന്നാൽ അതിനു പകരം ഇത് സ്ഥിരമായതാണ്, ഇത് നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. This is what is permanent in my ഈ life. അപമാനങ്ങളും നാണക്കേടുമെല്ലാം എന്റെ ജീവിതത്തിൽ സ്ഥിരമായി ഉണ്ടാകും. I will never come out of this situation. എനിക്കൊരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയില്ല. But look at what is eternal from the Lord. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കുവിൻ. Fix your eyes on it. നിങ്ങളുടെ കണ്ണുകൾ ആ നിത്യമായ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ പതിപ്പിക്കുവിൻ. Run your race. നിങ്ങൾ ഓട്ടം തുടരുവിൻ. Because the reward is promised from God today. കാരണം ദൈവമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. My friends, God is going to make us transition from toil into increase. എന്റെ സ്നേഹിതന്മാരെ, കഷ്ടപ്പാടുകളിൽ നിന്ന് അനുഗ്രഹ വർധനവിന്റെ അനുഭവത്തിലേക്ക് മാറുന്നതിനെ ദൈവം നമ്മെ പ്രാപ്തരാക്കുവാൻ പോകുന്നു. From toil into increase. നമ്മൾ കഷ്ടപ്പാടിന്റെ അവസ്ഥകളിൽ നിന്ന് അനുഗ്രഹ വർധനവിന്റെ അനുഭവത്തിലേക്ക് മാറുവാൻ പോകുന്നു. So stretch forth your hand and receive all the increase that God is abundantly pouring into you. ദൈവം നിങ്ങളുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹ വർധനവെല്ലാം നിങ്ങൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുവിൻ. It is true. അത് സത്യമാണ്. Increase is coming. അനുഗ്രഹ വർധനവ് നിങ്ങളെ തേടി വരുന്നു. God asked Peter to throw his net into the deep. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ കർത്താവ് പത്രോസിനോട് Throw it ആവശ്യപ്പെട്ടു. into this place, Peter. പത്രോസേ, ഈ സ്ഥലത്ത് ആഴത്തിൽ നീ വലവിരിക്കൂ. And a great flooding of increase came into Peter's boat. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഒരു മഹത്തായ അനുഗ്രഹ വർധനവ് പത്രോസിന്റെ പടകിലേക്ക് കയറി വന്നു. And he saw the Lord. അവൻ കർത്താവിനെ കണ്ടുമുട്ടി. Yes, this is the Lord God. അതെ, ഇതാകുന്നു കർത്താവായ ദൈവം. He has come into my boat in my life. കർത്താവായ യേശുക്രിസ്തു എന്റെ പടകിലേക്കും എന്റെ ജീവിതത്തിലേക്കും വന്നിരിക്കുന്നു. And he rejoiced. അവൻ ആനന്ദിച്ചു. Like no other day, he was rejoicing and great gladness came into Peter's life. മറ്റൊരു ദിവസവും ഇതുപോലെയുള്ള ആനന്ദവും സന്തോഷവും പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. Every day he used to go crying home, എല്ലാ ദിവസവും അവൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങി പോകാറ്. saying, I have nothing in my hand. അയ്യോ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മടങ്ങിപ്പോകും. What to answer my wife? എന്റെ ഭാര്യയോട് ഞാൻ എന്തുത്തരം പറയും? When I look at my child, I'm filled with sorrow. എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ സങ്കടം നിറയുന്നു. I have brought nothing home. എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരാനായില്ലല്ലോ. From all my toil, there was nothing at the end. ഞാൻ ഒരുപാട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, എന്നാൽ എനിക്കൊന്നും ലഭിച്ചില്ല. From all the toil, there was nothing at the end. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, എന്നാൽ അവസാനം ഒന്നും എനിക്ക് കിട്ടിയില്ല. Jesus has given me increase. എന്നാൽ യേശു എനിക്ക് അനുഗ്രഹ വർധനവ് നൽകിയിരിക്കുന്നു. You will also rejoice, my friend, എന്റെ സ്നേഹിതന്മാരെ, നിങ്ങളും ഇതുപോലെ ആനന്ദിക്കും. seeing the increase you have received in your hands. നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്ന അനുഗ്രഹ വർധനവ് കണ്ടുകൊണ്ട് The blessing of the Lord will be revealed to you. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. Genesis 3:17 says about this toil. ഉൽപ്പത്തി 3:17 വാക്യം ഈ അധ്വാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. Cursed is the ground because of your sin, God says. നിന്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവം പറയുന്നു. Through painful toil, you will eat food from it all the days of your life. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. This is how it is when we try to work hard in this world. നമ്മൾ ഈ ലോകത്തിൽ കഠിനമായി അധ്വാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. We pour all that we have into all our work. നമ്മുടെ സകല ശക്തിയും ഊർജവും നമ്മുടെ ജോലിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നു. We give our best. നമ്മൾ ഏറ്റവും ഉത്തമമായി അധ്വാനിക്കുന്നു. But all that toil only brings lack. എന്നാൽ എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം നമുക്ക് കുറവുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ.
It brings misery. അത് ദുഃഖത്തിന് കാരണമായി തീരുന്നു. It brings being tricked out of what we should receive. അത് നിമിത്തം നമുക്ക് ലഭിക്കേണ്ട പല അനുഗ്രഹങ്ങളും ലഭിക്കാതെ പോകുകയും ചെയ്യുന്നു. It brings pressures and അത് tension, നിമിത്തം മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും ഉണ്ടാകുന്നു. sleeplessness, നമുക്ക് ഉറക്കമില്ലാതെയാകുന്നു. and we are sad നമ്മൾ ദുഃഖിതരായി മാറുന്നു. that we are not able to see the reward for our toil. കാരണം നമ്മുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം കാണുവാനോ അത് പ്രാപിക്കുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. Painful toil kills us. കഷ്ടതയോടെയുള്ള അധ്വാനം പലപ്പോഴും നമ്മെ കൊല്ലുന്നു. All that's left is all the energy that we have given into the work and having nothing remaining. ഒടുവിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനു വേണ്ടി നാം ചെലവഴിച്ച ഊർജമെല്ലാം പാഴായി പോകുന്നു. നമുക്കൊന്നും ലഭിക്കുന്നതുമില്ല. അത്തരമൊരു അവസ്ഥയിൽ നമ്മൾ We എത്തിച്ചേരുന്നു. become tired, നമ്മൾ ആകെ തളർന്നു പോകുന്നു. exhausted. നമ്മൾ ക്ഷീണിച്ച് അവശരായിത്തീരുന്നു. Maybe you're in such a position. സ്നേഹിതന്മാരെ, ഒരുപക്ഷെ നിങ്ങൾ അത്തരമൊരു അവസ്ഥയിലായിരിക്കാം. I'm tired, Lord. കർത്താവെ, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. I have not seen the rewards, Lord. കർത്താവെ, ഞാൻ അധ്വാനിച്ചതിനുള്ള പ്രതിഫലം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. Only tensions are in my heart. കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. Matthew 11:28-30. മത്തായി 11:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. Come and pour your burdens onto me. ആമേൻ. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഭാരങ്ങളും നിങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. I will carry your toughness. ഞാൻ നിങ്ങളുടെ കഠിനമായ ഭാരങ്ങളെ എൻ്റെ മേൽ വഹിക്കും. Take my yoke നിങ്ങൾ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, and do my will. എൻ്റെ ഹിതം ചെയ്യുവിൻ. It will be light and easy for you. എൻ്റെ നുകം നിങ്ങൾക്ക് മൃദുവും ചുമട് ലഘുവുമായിരിക്കും. My burden is light. എൻ്റെ ഭാരം ലഘുവായ ഭാരമാണ്. I know what to give you. നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടതെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. I know your capacity. നിങ്ങൾക്ക് എത്രമാത്രം പ്രാപ്തിയുണ്ടെന്ന് എനിക്ക് നല്ലവണ്ണം I അറിയാം. will show you the way which is the light way but brings maximum reward. നിങ്ങൾക്ക് പരമാവധി പ്രതിഫലം പ്രാപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ലഘുവായ ഏറ്റവും ലളിതമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. Because it is filled with God's wonders. കാരണം അത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. To assure this, he promises in various one of our difficulties the following three things. ഇത് ഉറപ്പാക്കുവാൻ നമ്മൾ 3 കാര്യങ്ങൾ പിന്തുടരണം. നമ്മുടെ ബുദ്ധിമുട്ട് വേളകളിൽ ദൈവം നമുക്കൊരു വാഗ്ദാനം നൽകുന്നു. We suffer humiliation and harassment at times. നമ്മൾ ചില സന്ദർഭങ്ങളിൽ അപമാനവും ഉപദ്രവങ്ങളും പീഡകളും സഹിക്കേണ്ടി വരുന്നു. In the midst of it, God is giving us strength this morning. അതിൻ്റെ മധ്യത്തിലും ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് ശക്തി നൽകുകയാണ്, ബലം നൽകുകയാണ്. Strength in the midst of humiliation and harassment. അപമാനത്തിനും ഉപദ്രവത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കും നടുവിൽ ദൈവം നമുക്ക് ബലം പകർന്നു നൽകുന്നു. Hebrews 12:1 says, എബ്രായർ 12:1 വാക്യം വ്യക്തമായി പറയുന്നു, let us run with perseverance the race marked out for us, fixing our eyes on Jesus. നമ്മുടെ കണ്ണുകൾ യേശുവിങ്കിൽ കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. Yes, let us run our race with perseverance, fixing our eyes on Jesus. അതെ, നമ്മുടെ കണ്ണുകൾ യേശുവിങ്കിൽ കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപാകെ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. How are we able to run with perseverance? എങ്ങനെയാണ് നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ കഴിയുന്നത്? Only because of the strength of God. ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്കത് സാധിക്കുന്നത്. Strength comes from looking at Him. യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു. Your eyes are going to be fixed on Jesus through the Holy Spirit's leading. പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം നിങ്ങളുടെ കണ്ണുകൾ യേശുവിങ്കിൽ കേന്ദ്രീകരിക്കപ്പെടുവാൻ പോകുന്നു. He's always going to be there as your friend, reminding you of Jesus.
യേശുവിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു സ്നേഹിതനെ പോലെ എപ്പോഴും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ You പോകുന്നു. will be fixed on the Lord. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിങ്കിൽ ആയിരിക്കും. നിങ്ങൾ കർത്താവിൽ ഉറപ്പിക്കപ്പെടും. Humiliation and harassment is difficult to go through. അപമാനത്തിലൂടെ, പീഡനങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുവാൻ വളരെ പ്രയാസമാണ്. You might be going through this path today, my friends. സ്നേഹിതന്മാരെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഇതുപോലെയുള്ള ഒരു പാതയിലൂടെ കടന്നു പോകുകയായിരിക്കാം. But when the followers of Jesus were going on a boat, ഒരിക്കൽ യേശുവിനെ അനുഗമിക്കുന്നവർ ഒരു പടകിൽ യാത്ര ചെയ്യുകയായിരുന്നു. there was great rocking and shaking in the boat because of a storm. പെട്ടെന്ന് കടലിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ ആഞ്ഞടിച്ചു. പടക് മുങ്ങുമാറായി. There was so much chaos in that boat and people were afraid of their future. ആ പടകിലുള്ളവർ ആകെ അങ്കലാപ്പിലായി. അവർ തങ്ങളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ജീവനെ ഭയന്ന് പരിഭ്രാന്തരായി. They were shouting out. അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയായിരുന്നു. Jesus stood up and answered. ആ സമയത്ത് യേശുക്രിസ്തു പടകിൽ എഴുന്നേറ്റ് നിന്നു. My friends, എന്റെ സ്നേഹിതന്മാരെ, why are you afraid? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? Why are you shrieking? നിങ്ങൾ എന്തിനാണ് അലറി വിളിക്കുന്നത്? Why are you in panic? നിങ്ങൾ എന്തിനാണ് പരിഭ്രാന്തരാകുന്നത്? Do you not trust me? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലയോ? Do you not see me? നിങ്ങൾ എന്നെ കാണുന്നില്ലയോ? Where is your faith? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? Where is your faith? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? Even though we cry out of our hardships, നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് മധ്യത്തിൽ നമ്മൾ ഉറക്കെ നിലവിളിക്കുകയാണെങ്കിലും look at the question that Jesus is asking on the other side. മറുഭാഗത്ത് നിന്ന് യേശു ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കുവിൻ. You have disappointed me നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തി. by losing your trust and your eyes upon me. നിങ്ങൾ എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി. എന്നിൽ നിങ്ങൾ ദൃഷ്ടികൾ പതിപ്പിച്ചില്ല. But I understand what you're going through. എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Because I went through it as a man. കാരണം ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാനും ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. Just for your sake. നിങ്ങൾക്ക് വേണ്ടി മാത്രം. I know what it means to go through humiliation and harassment. അപമാനത്തിലൂടെ, ഉപദ്രവത്തിലൂടെ കടന്നു പോകുക എന്നാൽ എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. Give your burdens to me നിങ്ങളുടെ സകല ഭാരങ്ങളും എൻ്റെ മേൽ സമർപ്പിക്കുവിൻ. and carry my yoke, നിങ്ങൾ എൻ്റെ നുകം വഹിക്കുവിൻ. which is light and easy. എൻ്റെ നുകം മൃദുവും ചുമട് ലഘുവുമാകുന്നു. And run with patience and perseverance. നിങ്ങൾ ദീർഘക്ഷമയോടെ, സഹിഷ്ണുതയോടെ, സ്ഥിരതയോടെ ഓടുവിൻ. Fixing your eyes on me alone. നിങ്ങളുടെ കണ്ണുകൾ എന്നിൽ മാത്രം പതിപ്പിച്ചുകൊണ്ട്. Do you not know what I am capable of doing in your life? നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ലേ? We know Jesus is the one who will reward us and reward us plentifully, my friends. സ്നേഹിതന്മാരെ, യേശുവാണ് നമുക്ക് പ്രതിഫലം, നമുക്ക് ധാരാളമായി പ്രതിഫലം നൽകുന്നതെന്ന് നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം. Even the things we think we don't deserve, such greatness God gives. ചില അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരല്ലെന്ന് നമുക്ക് തോന്നും. എന്നാൽ അതുപോലെയുള്ള ഉയർച്ചയും മഹത്വവും ദൈവം നമുക്ക് നൽകും. He speeds up all his blessings and adds plentiful in a short time. ദൈവം അതിവേഗം തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുന്നു. മാത്രമല്ല, കുറഞ്ഞ കാലത്തിൽ ദൈവം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു. He brings all this honor in the midst of shame. നമ്മൾ ലജ്ജയുടെയും നാണക്കേടിന്റെയും മധ്യത്തിലായിരിക്കുമ്പോഴും ഈ മാനവും മഹത്വവും ദൈവം നമുക്ക് നൽകുന്നു. He's able to bring this in a moment. ഒരു നിമിഷത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകുവാൻ ദൈവത്തിന് കഴിവുണ്ട്. All your humiliation and harassment is something that will fade away. നിങ്ങൾ നേരിടുന്ന സകല അപമാനങ്ങളും സകല ഉപദ്രവങ്ങളും മാഞ്ഞു പോകുന്നവയാണ്.
It is temporary. അതെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. It is like a mirage in the desert. സത്യത്തിൽ ഇതുപോലെയുള്ള ഉപദ്രവങ്ങളും അപമാനങ്ങളും മരുഭൂമിയിലെ മരീചിക But പോലെയാണ്. instead we think this is what is real. എന്നാൽ അതിനു പകരം ഇത് സ്ഥിരമായതാണ്, ഇത് നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ This ചിന്തിക്കുന്നു. is what is permanent in my life. ഈ അപമാനങ്ങളും നാണക്കേടുമെല്ലാം എന്റെ ജീവിതത്തിൽ സ്ഥിരമായി I ഉണ്ടാകും. will never come out of this situation. എനിക്കൊരിക്കലും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയില്ല. We look at it the other way around. നമ്മൾ മറ്റൊരു വിധത്തിലാണ് ഇതിനെയെല്ലാം നോക്കി കാണുന്നത്. But look at what is eternal from the Lord. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കുവിൻ. Fix your eyes on it. നിങ്ങളുടെ കണ്ണുകൾ ആ നിത്യമായ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ പതിപ്പിക്കുവിൻ. Run your race. നിങ്ങൾ ഓട്ടം തുടരുവിൻ. Because the reward is promised from God today. കാരണം ദൈവമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And secondly, wisdom comes in the midst of foolishness. രണ്ടാമതായി ഭോഷത്വത്തിന് മധ്യത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നു. 1 Corinthians 1:27 says, God chose the foolish things of the world to shame the wise. 1 കൊരിന്ത്യർ 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. When we say we have only little bit of knowledge and wisdom compared to all those around, Lord, നമുക്ക് ചുറ്റിലുമുള്ള എല്ലാവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അല്പം ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ, only very little skill, കർത്താവേ എനിക്ക് അല്പം സാമർഥ്യം മാത്രമേ ഉള്ളൂ, God says that is enough. എന്നാൽ ദൈവം പറയുന്നു അത് മതി. Don't worry about it. നീ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. Don't you know that my power is great? എന്റെ ശക്തി മഹത്തായതാണെന്ന് നിനക്കറിയില്ലേ? In your weakness my strength will be perfect. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരും. And you will see my power in action. എന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നീ തീർച്ചയായും കാണും. Sometimes it is good to say that I have only little, Lord. കർത്താവേ എൻ്റെ പക്കൽ അല്പം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പലപ്പോഴും നല്ലതാണ്. Because only then we give place to the Lord to multiply. കാരണം എന്നാൽ മാത്രമേ അനുഗ്രഹ വർധനവ് പ്രാപിക്കുന്നതിന് വേണ്ടി നാം ദൈവത്തിന് ജീവിതത്തിൽ ഇടം നൽകൂ. Otherwise we'll say, Lord, I have everything. അല്ലെങ്കിൽ നമ്മൾ ഇപ്രകാരം പറയും, കർത്താവേ എനിക്ക് എല്ലാം ഉണ്ട്, There's no place for you. അങ്ങേക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. It's good that we give place for God to exhibit His wisdom in us and His ability in us. ദൈവം തൻ്റെ ജ്ഞാനവും കഴിവും നമ്മുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തിന് ജീവിതത്തിൽ ഇടം നൽകുന്നത് നല്ലതാണ്. The little boy Samuel കൊച്ചു ബാലനായ ശമൂവേൽ was saying, I'm listening to your voice, O God, please lead me. അവൻ പറയുന്നു, കർത്താവേ അരുളി ചെയ്താലും അടിയൻ കേൾക്കുന്നു, ദയവായി എന്നെ വഴി നടത്തേണമേ, Please teach me. ദയവായി എന്നെ പഠിപ്പിക്കണമേ. God said, I am about to do something in Israel that will make the ears of everyone who hears about it tingle. ദൈവം പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. I will do it through you, Samuel. ശമൂവേലേ ഞാൻ നിന്നിലൂടെ അത് ചെയ്യും. Little Samuel, കൊച്ചു ശമൂവേലേ I'm going to do it through you. ഞാൻ നിന്നിലൂടെ അത് ചെയ്യുവാൻ പോകുന്നു. Bless a nation through you. ഞാൻ നിന്നിലൂടെ ഒരു ദേശത്തെ അനുഗ്രഹിക്കും. Bless your workplace through you. നിന്നിലൂടെ ഞാൻ നിന്റെ ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കും. Bless your ministry through you. നിന്നിലൂടെ ഞാൻ നിന്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കും. Such ability and wisdom and guidance I will personally give you. അതുപോലെയുള്ള കഴിവും ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞാൻ വ്യക്തിപരമായി നിനക്ക് നൽകും. Great scientist Michael Faraday said, സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡേ പറഞ്ഞു, without the book of God's word, you can't find the knowledge of God's world. ദൈവവചനം അടങ്ങിയ പുസ്തകമില്ലാതെ നിങ്ങൾക്ക് ദൈവിക ജ്ഞാനത്തിന്റെ ലോകം ദർശിക്കുവാൻ കഴിയില്ല. When you choose to join hands with the words of God from the Bible, വേദപുസ്തകത്തിൽ നിന്നുള്ള ദൈവവചനത്തിന് നിങ്ങൾ കരം കൊടുക്കുമ്പോൾ, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ആ ജീവിതം He തിരഞ്ഞെടുക്കുമ്പോൾ activates all things that He has blessed and given you through His word. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകലതും ദൈവം പ്രാവർത്തികമാക്കുന്നു. And Michael Faraday was able to find truths about electric motor.
മൈക്കൽ ഫാരഡയ്ക്ക് ഇലക്ട്രിക് മോട്ടറിനെ കുറിച്ചുള്ള സകല യാഥാർത്ഥ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. He discovered about benzene and its uses. അദ്ദേഹം ബെൻസീൻ കണ്ടുപിടിച്ചു, അതിന്റെ ഉപയോഗങ്ങളും കണ്ടുപിടിച്ചു. About electromagnetic induction. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചു. And many more groundbreaking things in the world. അതുപോലെ ഈ ലോകത്തിൽ നിരവധി പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. This is the secret. ഇതാകുന്നു രഹസ്യം. He depended on God and His word. അദ്ദേഹം ദൈവത്തിലും ദൈവവചനത്തിലും പൂർണ്ണമായി ആശ്രയിച്ചു. Wisdom comes to those who say, I'm ready to run for you, Lord. കർത്താവെ, അങ്ങേക്ക് വേണ്ടി ഓടുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നവരിലേക്കാണ് ദൈവത്തിന്റെ ജ്ഞാനം ഒഴുകി ചെല്ലുന്നത്. You tell me what to do. കർത്താവെ, എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയണമേ. I will do it, Lord. ഞാൻ അത് ചെയ്യും. To those whose ears are open to the Lord. ആരുടെ ചെവികൾ കർത്താവിനെ തുറന്നിരിക്കുന്നുവോ, To those whose hearts are ready to obey. ആരുടെ ഹൃദയങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായിരിക്കുന്നുവോ, To such people God's wisdom and all skill is given. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ജ്ഞാനവും സകല സാമർഥ്യവും നൽകപ്പെടുന്നു. God is giving us such a heart today, ദൈവം ഇന്ന് അതുപോലെയുള്ള ഒരു ഹൃദയം നമുക്ക് നൽകുകയാണ്, which just like today will make us rise up every morning and receive Him, listen to Him. ഇന്നത്തെ പോലെ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കുവാനും കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിന്റെ വചനം കേൾക്കുവാനും കർത്താവ് നമ്മെ പ്രാപ്തരാക്കും. And finally He gives satisfaction in the midst of longing and sleeplessness. അവസാനമായി ഉറക്കമില്ലായ്മയുടെയും അതിയായ ആശകളുടെയും മധ്യത്തിൽ ദൈവം നമുക്ക് സംതൃപ്തി നൽകുന്നു. Great satisfaction comes. നമുക്ക് വലിയ സംതൃപ്തി ഉണ്ടാകുന്നു. Read what a man says in Ecclesiastes 4:8. സഭാപ്രസംഗി 4:8 ഒരു മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കുവിൻ. There was a man all alone. അവിടെ ഏകാഗിയായ ഒരു മനുഷ്യനെ നമുക്ക് There കാണാം. was no end to his toil. അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. Yet his eyes were not content with his wealth. എന്നിട്ടും അവന്റെ കണ്ണിനെ സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. For whom am I toiling? He asked. അവൻ ചോദിക്കുന്നു, താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ച് സുഖാനുഭവം Why am ത്യജിക്കുന്നു? I depriving myself of enjoyment? ഞാൻ ആർക്കു വേണ്ടിയാണ് എന്റെ സുഖാനുഭവങ്ങൾ ത്യജിക്കുന്നത്, ജീവിതം ആസ്വദിക്കാതിരിക്കുന്നത്? This is meaningless. ഇത് തികച്ചും അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. This is a miserable business. സത്യത്തിൽ ഇത് ദുരിതപൂർണമായ ഒരു ഇടപാടാണ്. ഇതുകൊണ്ട് ആ മനുഷ്യന് ഒരു ഗുണവുമില്ല. Ecclesiastes 5:12 says, the abundance of the rich permits them no sleep. സഭാപ്രസംഗി 5:12 പറയുന്നു, ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. I have toiled. ഞാൻ അധ്വാനിച്ചു, I have gathered so much wealth. ഞാൻ ധാരാളം സമ്പത്ത് സ്വരൂപിച്ചു. What is the point? എന്നാൽ അതുകൊണ്ട് എന്താണ് ഗുണം? When there is emptiness in my heart still. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ശൂന്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്ത് My പ്രയോജനം? heart asks, for whom am I toiling? എൻ്റെ ഹൃദയം എന്നോട് ചോദിക്കുന്നു, നീ ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, സുഖാനുഭവം ത്യജിക്കുന്നത്? You might say, even though I have everything, I'm still left empty. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ശൂന്യത അനുഭവിക്കുന്നു. Even though I have accumulated everything and my life is full, എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം സമ്പത്ത് സ്വരൂപിച്ചു, എൻ്റെ ജീവിതം പൂർണ്ണതയുള്ളതാണ്, എങ്കിലും my heart still feels empty. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിന് ശൂന്യത അനുഭവപ്പെടുന്നു. അതിനല്പം പോലും സംതൃപ്തിയില്ല. I'm still not satisfied. ഇപ്പോഴും എനിക്ക് ഒരു സംതൃപ്തിയുമില്ല. There is still something wrong in my life. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തോ കുറവുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. As this man says, I am still not full. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇപ്പോഴും പൂർണ്ണനല്ല, I am not content. എനിക്കിപ്പോഴും തൃപ്തി അനുഭവപ്പെടുന്നില്ല, Still can't sleep. ഇപ്പോഴും എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. Or on the other side, you might say, oh, I am not able to get any sleep because of the tensions and the pressures that come from my toil. മറുഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, എൻ്റെ അധ്വാനം നിമിത്തമുണ്ടാകുന്ന
മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും നിമിത്തം എനിക്കിപ്പോഴും നല്ലവണ്ണം ഉറങ്ങുവാൻ കഴിയുന്നില്ല. It is driving me crazy. അതെന്നെ ഉന്മാദത്തിലേക്ക്, ഭ്രാന്തിലേക്ക് തള്ളിവിടുന്നു. This is what we get out of trying to work for ourselves. നാം നമുക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുകയാണെങ്കിൽ, പ്രയത്നിക്കുകയാണെങ്കിൽ ഒടുവിൽ ഇതായിരിക്കും നമ്മുടെയും അവസ്ഥ. Even though we try to accumulate all things, we fall. നമ്മൾ സകല സമ്പത്തും സ്വരൂപിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നമ്മൾ ദയനീയമായി പരാജയപ്പെടും, വീണുപോകും. We chase after the things of the world, നമ്മൾ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ അന്ധമായി പായുന്നു. dependent on money, നമ്മൾ പണത്തിൽ ആശ്രയിക്കുന്നു. dependent on our name alone, നാം നമ്മുടെ പേരിലും പ്രശസ്തിയിലും മാത്രം ആശ്രയിക്കുന്നു. dependent on trying to make everybody love us, എല്ലാവരും നമ്മെ സ്നേഹിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു, അതിൽ ആശ്രയിക്കുന്നു. dependent on safety and securing ourselves and protecting ourselves. നാം നമ്മെ തന്നെ സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നു, നമ്മുടെ സുരക്ഷിതത്വത്തിൽ ആശ്രയം വയ്ക്കുന്നു. When we only think about ourselves and our goodness, നാം നമ്മെക്കുറിച്ച് മാത്രം, നമുക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. we are left hungry. നമ്മൾ കൈവിടപ്പെടും, വിശപ്പുള്ളവരായി മാറും, നമുക്കൊരു തൃപ്തിയും ഉണ്ടാകില്ല. Even all the wealth that we accumulate betrays us. നമ്മൾ സ്വരൂപിച്ച സകല സമ്പത്തും നമ്മെ വഞ്ചിക്കുന്നു. It is meaningless. അതിന് യാതൊരു അർത്ഥവുമില്ല. But in Ecclesiastes 5:19, എന്നാൽ സഭാപ്രസംഗി 5:19 പറയുന്നു, we read, when God gives someone wealth and possessions, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ധനവും ഐശ്വര്യവും and the ability to enjoy them, അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് to accept their lot and be happy in their toil, തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന this is a gift of God. ഏതു മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. This is the gift of God that comes to those who depend on Him. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ദാനമാണ് ഇത്. Those who fix their eyes on Him, ആരെല്ലാം തങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നുവോ, those who run for Him, ആരെല്ലാം ദൈവത്തിന് വേണ്ടി മുന്നോട്ട് ഓടുന്നുവോ, those who toil for God, ആരെല്ലാം ദൈവത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നു, God gives the ability to enjoy all the blessing that He provides personally. ദൈവം വ്യക്തിപരമായി അവർക്ക് നൽകുന്ന ധനവും ഐശ്വര്യവും അനുഭവിച്ച് സന്തോഷിക്കുവാനുള്ള അധികാരം ദൈവം അവർക്ക് നൽകുന്നു. They are even happy in their toil. അവർ അവരുടെ അധ്വാനത്തിൽ സന്തുഷ്ടരായിരിക്കും, അവരതിൽ സന്തോഷിക്കും. Ecclesiastes 2:26 finally says, അവസാനമായി സഭാപ്രസംഗി 2:26 വ്യക്തമായി പറയുന്നു, to the person who pleases God, തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ He gives wisdom, knowledge and happiness. ദൈവം ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. But to the sinner, പാപിക്കോ He gives the task of gathering and storing up wealth. ദൈവം തനിക്ക് പ്രസാദമുള്ളവനെ അനുഭവമാകുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും just to hand it over to the one who pleases God. സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാടും കൊടുക്കുന്നു. See how the toil of the sinner is in vain. നോക്കൂ, പാപിയുടെ അധ്വാനം തികച്ചും വ്യർത്ഥമത്രേ. അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. He makes such people only gather and gather so that He can take away all that they have accumulated and give it to the one who pleases Him. പാപികൾ സമ്പത്ത് സ്വരൂപിക്കുന്നു, എന്നാൽ ദൈവം ആ സമ്പത്തെല്ലാം എടുത്ത് തനിക്ക് പ്രസാദമുള്ളവന് നൽകുന്നു, അവൻ അത് ആസ്വദിച്ച് ജീവിക്കുന്നു. So don't be jealous of the sinner and stop running your race. പാപികൾ സമ്പത്ത് സ്വരൂപിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരോട് അസൂയപ്പെടരുത്, നിങ്ങളുടെ ഓട്ടം നിർത്തുകയുമരുത്. Continue to fix your eyes on Jesus, നിങ്ങൾ യേശുവിങ്കിൽ മാത്രം കണ്ണുകൾ കേന്ദ്രീകരിച്ച് തുടർന്ന് who ഓടുക. gives an abundant reward to the one who pleases. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർക്ക് കർത്താവ് വലിയ പ്രതിഫലം നൽകുന്നു.
This is what Jesus truly made Zacchaeus feel in his life for the very first time. സത്യമായും ജീവിതത്തിൽ ആദ്യമായി ഇതുപോലെയുള്ള ഒരു അനുഗ്രഹം ആസ്വദിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു സക്കായിയെ പ്രാപ്തനാക്കിയത്. Zacchaeus had toiled very hard in his life, even to the point of tricking people and gathering for himself. സക്കായി സമ്പാദിക്കുന്നതിനു വേണ്ടി ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, മറ്റുള്ളവരെ വഞ്ചിച്ചും അവൻ സമ്പാദിച്ചു. But he had no peace. സത്യത്തിൽ അവന് സമാധാനം ഉണ്ടായിരുന്നില്ല. Jesus came Yes. and met Zacchaeus. എന്നാൽ യേശുക്രിസ്തു സക്കായിയുടെ അരികിൽ വന്നു അവനെ കണ്ടുമുട്ടി. When Jesus stepped into his home, for the first time he realized what the joy of salvation of God really is. യേശു അവന്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ സക്കായി ജീവിതത്തിൽ ആദ്യമായി രക്ഷയുടെ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞു. And the sinner gave all that he had accumulated away to the people who were poor and people who he had tricked. പാപിയായ സക്കായി താൻ വഞ്ചനയിലൂടെ സമ്പാദിച്ച സകല സമ്പത്തും താൻ ആരെയാണോ വഞ്ചിച്ചത് അവർക്കും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കും നൽകി. But because the sinner had given his life to Jesus, എന്നാൽ പാപിയായ സക്കായി തന്റെ ജീവിതം യേശുക്രിസ്തുവിനെ നൽകിയതുകൊണ്ട് he was so glad to give it all away. അവൻ വളരെ സന്തോഷത്തോടെ തന്റെ സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്ക് നൽകി. He didn't mind about all his accumulated wealth. താൻ സ്വരൂപിച്ച സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്ത് അവൻ വിഷമിച്ചില്ല. A new joy had set in his heart. ഒരു പുതിയ സന്തോഷം അവന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. That joy is going to be received by each one of us this morning. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും അതുപോലെയുള്ള സന്തോഷം പ്രാപിക്കുവാൻ പോകുന്നു. This joy will be present in the midst of your toil. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും മധ്യത്തിൽ ഈ സന്തോഷം കാണപ്പെടും. As his yoke becomes so light and easy through his joy. ക്രിസ്തുവിന്റെ സന്തോഷം മുഖാന്തരം ക്രിസ്തുവിന്റെ നുകം മൃദുവും ചുമട് ലഘുവും ആകുന്നതിനാൽ You will also enjoy the reward that comes from the Almighty God. സർവശക്തനായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും നിങ്ങൾ ആസ്വദിക്കും. So right now shall we receive what he has promised. ആകയാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് നമുക്കിപ്പോൾ പ്രാപിക്കാം. Thank you, Jesus. യേശുവേ നന്ദി. Working in our heart. കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. Thank you for this great joy you have promised, Lord. കർത്താവേ അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ മഹത്തായ സന്തോഷത്തിന് നന്ദി. We welcome you into our heart, Lord. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. You see the humiliation your children have suffered. കർത്താവേ അങ്ങയുടെ മക്കൾ അനുഭവിച്ച നാണക്കേടും അപമാനവും അങ്ങ് കാണുന്നുവല്ലോ. You are seeing the harassment that they've gone through. കർത്താവേ അവർ കടന്നുപോയ ഉപദ്രവങ്ങൾ എന്തെല്ലാമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. You are seeing their cries because of the lack of wisdom and ability. കർത്താവേ ജ്ഞാനത്തിന്റെയും കഴിവിന്റെയും അഭാവം നിമിത്തമുള്ള അവരുടെ കണ്ണുനീർ അങ്ങ് കാണുന്നുവല്ലോ. You are seeing their longing hearts and their sleeplessness at night. കർത്താവേ രാത്രിയിൽ അവർക്ക് ഉറക്കമില്ല, അവരുടെ ഹൃദയം അതിയായി വേദനിക്കുന്നു, ആശിക്കുന്നു, അതെല്ലാം അങ്ങ് കാണുന്നുവല്ലോ. Thank you, Lord, because you've come to answer us in the midst of these cries. കർത്താവേ ഈ നിലവിളിയുടെ മധ്യത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളുവാൻ വന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം, നന്ദി. Fill your children's hearts with great gladness and joy at this moment. കർത്താവേ അത്യധികമായ ആനന്ദത്താലും സന്തോഷത്താലും ഈ നിമിഷം അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. Through the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ Great joy and peace come and rest in every heart, Lord. കർത്താവേ വലിയ സന്തോഷവും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും വന്ന് വസിക്കട്ടെ. Tell them, my child, come and rest in me. കർത്താവേ അവരോട് പറയുവിൻ, എന്റെ കുഞ്ഞെ നീ വന്ന് എന്നിൽ വിശ്രമിക്കൂ. Rest in my joy. നീ എന്റെ സന്തോഷത്തിൽ വിശ്രമിക്കൂ, സ്വസ്ഥമായിരിക്കൂ. Rest in my peace. നീ എന്റെ സന്തോഷത്തിൽ വിശ്രമിക്കൂ, സ്വസ്ഥമായിരിക്കൂ. Lie down upon me. നീ എന്നിൽ വിശ്രമിക്കൂ. I carry all your burden. ഞാൻ നിന്റെ സകല ഭാരങ്ങളും വഹിച്ചിരിക്കുന്നു. My yoke will be light and easy. എന്റെ നുകം മൃദുവും ലഘുവും ആകുന്നു. Thank you, Jesus, for carrying us, Lord. യേശുവേ അങ്ങ് ഞങ്ങളെ വഹിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി. And in return, you give us a very light burden. കർത്താവേ അതിന് പകരമായി അങ്ങ് ഞങ്ങൾക്ക് അല്പം ഭാരം നൽകിയാലും സാരമില്ല.
go and run for you with patience, ഞങ്ങൾ പോയി അങ്ങേക്ക് വേണ്ടി ക്ഷമയോടെ മുന്നോട്ടോടും, with perseverance, സഹിഷ്ണുതയോടുകൂടി, with faith, putting our eyes only upon you. അങ്ങിൽ മാത്രം കണ്ണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഓടും. Give us strengthening our heart, Lord. ഞങ്ങളുടെ ഹൃദയത്തെ ശക്തീകരിക്കുന്നതിന് നന്ദി. Your joy is our strength. കർത്താവേ, അങ്ങയുടെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു. And your peace gives us so much rest. കർത്താവേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് അത്യധികമായ സ്വസ്ഥത നൽകുന്നു. Help us always carry this in our life, കർത്താവേ, Lord. ഇതെപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, let your joy and peace make us look only upon you. അങ്ങിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുവാൻ അങ്ങയുടെ സന്തോഷവും സമാധാനവും ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ. Let it keep running within our heart. കർത്താവേ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഓടിക്കൊണ്ടിരിക്കട്ടെ. And reward your children, Master. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അങ്ങ് പ്രതിഫലം നൽകണമേ. Bring it back in double measure wherever they've കർത്താവേ, lost. അവർക്ക് എവിടെയാണോ പ്രതിഫലം നഷ്ടപ്പെട്ടത് അവിടെ അവർക്ക് അങ്ങ് ഇരട്ടി പ്രതിഫലം നൽകണമേ. Wherever they're lacking, make it full, കർത്താവേ, Lord. അവർക്ക് ജീവിതത്തിൽ എവിടെയെല്ലാം കുറവുകളുണ്ടോ അവിടെയെല്ലാം അങ്ങ് നിറവ് നൽകണമേ. Lord, wherever they are looking for your reward, bless them കർത്താവേ, abundantly. എവിടെയെല്ലാം അങ്ങയുടെ പ്രതിഫലത്തിന് വേണ്ടി അവർ അന്വേഷിക്കുന്നുവോ അങ്ങ് അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. Much greater than what we deserve. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതിനേക്കാൾ അധികമായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Do it quickly in a short span of time. എത്രയും വേഗത്തിൽ കുറഞ്ഞ സമയത്തിൽ അങ്ങ് അത് ചെയ്യണമേ. Let us see your increase today, Lord. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ വർധനവ് ദർശിക്കട്ടെ. We receive it in faith. ഞങ്ങൾ വിശ്വാസത്തോടെ അത് സ്വീകരിക്കുന്നു. Let every one of your children be blessed. അങ്ങയുടെ മക്കൾ എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. Let us see it in our own eyes and rejoice and give you thanks. സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ അത് കണ്ട് ഞങ്ങൾ ആനന്ദിച്ച് അങ്ങേക്ക് സ്തോത്രം കരേറ്റട്ടെ. Let every one of your children testify, അങ്ങയുടെ Lord. മക്കൾ എല്ലാവരും അതിനെക്കുറിച്ച് സാക്ഷ്യം പറയട്ടെ. Thank you, Jesus, യേശുവേ, നന്ദി for your abundant blessing, അങ്ങയുടെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾക്ക്, for sowing of peace, അങ്ങ് സമാധാനം വിതച്ചതിനെ, for the land to give its yield, ഭൂമി അതിന്റെ ഫലം നൽകുന്നതിനെ, for heaven to give its due, ആകാശം മഞ്ഞ് പൊഴിക്കുന്നതിനെ, for your assurance that we will possess it. ഞങ്ങൾ എല്ലാം സ്വന്തമാക്കുമെന്ന് അങ്ങ് ഉറപ്പ് നൽകുന്നതിനെ, In Jesus' name, യേശുവിന്റെ നാമത്തിൽ amen.